തുടങ്ങിയോ? ഓക്കെ, അപ്പൊ ഞാൻ എന്താ പറഞ്ഞ, കാപ്പിലറി പെർമിയബിലിറ്റി കൂടുന്നതുകൊണ്ട് കുറച്ചുകൂടി ഇപ്പുറത്തേക്ക് വെക്കോ. കാപ്പിലറി പെർമിയബിലിറ്റി കൂടുന്നതുകൊണ്ട് ഹെമറേജും അതുപോലെ മാക്യുലർ എഡിമയും ഉണ്ടാവുക. പിന്നെ അതുപോലെ എന്താ അബ്നോർമൽ ഗ്രോത്ത് ഓഫ് ബ്ലഡ് വെസൽസ്. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പത്തോജൻസിസ് വെച്ചിട്ട് പറ. അങ്ങനല്ലേ, പ്രോട്ടീൻ കൈനേസ് ഗ്രോത്ത് ഫാക്ടേഴ്സ്, അതുകൊണ്ടാണ് അബ്നോർമൽ ഗ്രോത്ത് ഓഫ് ബ്ലഡ് വെസൽസും അന്യൂറിസം ഉണ്ടാവും. ഈ അന്യൂറിസം ഹെമറേജ് ഏതാണ്ട് കാണാൻ ഒരുപോലെ ഇരിക്കും കേട്ടോ. പക്ഷെ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ എന്ന് വെച്ചാൽ, അന്യൂറിസം ആണെങ്കിൽ സിംഗിൾ സ്പോട്ട് ആയിട്ട് കാണാൻ പറ്റുക, ഹെമറേജ് ആണെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടാണ് കാണാൻ പറ്റുക. കാണുന്നുണ്ടോ? മൾട്ടിപ്പിൾ ബ്ലോട്ട്സ് ആയിട്ടാണ് കാണാൻ പറ്റുക. ഓക്കെ, ഇനി കോട്ടൺ വൂൾ സ്പോട്സും ഹാർഡ് എക്സുറേറ്റ്സും എല്ലാം കാണാമല്ലോ. ഇതാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. പിന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് വേഗം, അതായത് ഫോവിയനെ അഫക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കാര്യമുണ്ടോ? ട്രീറ്റ്മെന്റ് എന്താ? പാൻ റെറ്റിനൽ ലേസർ കോയാഗുലേഷൻ. അടുത്തത് ഡയബറ്റിക് നെഫ്രോപ്പതി. ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറഞ്ഞാൽ, ഡയബറ്റിക് നെഫ്രോപ്പതി വന്ന് റീനൽ ഫെയിലിയർ ആയിട്ട് ആണ് മോർട്ടാലിറ്റി ഉണ്ടാവുന്നത് മെയിനായിട്ട്. ഓക്കെ, ഇതിന്റെ പത്തോജനസിസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വാസ്കുലർ ഒക്ലൂഷൻ കാരണം തന്നെ, ഇത്ര നേരം പറഞ്ഞ പോലെ വാസ്കുലർ ഒക്ലൂഷൻ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ അപ്പം ചിലപ്പോ ആണെങ്കിൽ ഈ ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസിന്റെ കൂടെ ഒക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഇല്ലേ, ഈ എന്താ RAS മെക്കാനിസത്തിന്റെ ആക്ടിവേഷൻ കാരണം ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുക. അപ്പൊ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുമ്പോൾ എന്താ, ഗ്ലോമറുലാർ വെസൽസിന്റെ വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാവും. അപ്പൊ GFR കൂടും, അപ്പൊ കൂടുതൽ പ്രോട്ടീൻസ് പോവാൻ തുടങ്ങും യൂറിൻ. മനസ്സിലായോ? ഓക്കെ, ഒന്നുകൂടെ പറയാം, മനസ്സിലായോ? അതായത് വാസ്കുലർ ഒക്ലൂഷൻ കാരണമാണ് ഡയബറ്റിക് നെഫ്രോപ്പതി മെയിൻലി ഉണ്ടാവുന്നത്. ഹൈപ്പർ ടെൻഷൻ ചിലപ്പം ഒരു കോമോർബിഡിറ്റി ആയിട്ട് ഡയബറ്റീസിന്റെ കൂടെ ഒക്കെ അറിയാം. അങ്ങനെ ആയിട്ട് എന്താ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുക. അങ്ങനെ എങ്ങനെയാണെങ്കിലും റീനൽ വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ GFR കൂടും, കൂടുതൽ പ്രോട്ടീൻസ് പോകാനും തുടങ്ങും. മനസ്സിലായോ? ഓക്കെ, പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ് ടോക്സിക് എഫക്ട് ഓഫ് ഹൈപ്പർഗ്ലൈസീമിയ കാരണം എന്താ പറയാ, മൈക്രോ ത്രോംബൈ ഉണ്ടായിട്ട് അങ്ങനെ ആവാം, അങ്ങനെ ഇഞ്ചുറി ഉണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ ആൻഡ് ഫൈബ്രോസിസ് ഉണ്ടായിട്ട്, അതായത് നമ്മൾ പറഞ്ഞില്ലേ ഇൻഫ്ലമേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ കിഡ്നിയിൽ ഇൻഫ്ലമേഷൻ വന്ന് ഫൈബ്രോസിസ് വന്ന് അങ്ങനെ ഡാമേജ് ആവാം, എങ്ങനെയൊക്കെ ഡാമേജ് ആവും. അങ്ങനെ പ്രോട്ടീനൂറിയും റീനൽ ഫെയിലിയറും ഉണ്ടാവും. ഓക്കെ, അപ്പം ഇതിനകത്തെന്ന് പറഞ്ഞാൽ ആദ്യമേ മൈക്രോ ആൽബുമിനൂറിയ ഉണ്ടാവും, പിന്നെ പ്രോട്ടീനൂറിയ, പിന്നെ നെഫ്രോട്ടിക് റേഞ്ച് പ്രോട്ടീനൂറിയ. നെഫ്രോട്ടിക് റേഞ്ച് എന്ന് അതിനെ പറയാൻ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം ഹെവി പ്രോട്ടീനൂറിയ, അതായത് ഗ്രേറ്റർ ദാൻ 3.5 gram പെർ ഡേ പ്രോട്ടീൻസ് യൂറിനിൽ പോവുകയാണെങ്കിലാണ് അതിനെ നെഫ്രോട്ടിക് പ്രോട്ടീനൂറിയ അല്ലെങ്കിൽ നെഫ്രോട്ടിക് റേഞ്ച് പ്രോട്ടീനൂറിയ എന്ന് പറയാം. ഓക്കെ, പിന്നെ മൈക്രോ ആൽബുമിനൂറിയ എന്ന് പറഞ്ഞാല് നമ്മൾ പണ്ട് ബയോകെമിസ്ട്രിയിലാണ് പഠിച്ചിരുന്നത്. ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് മൈക്രോ ആൽബുമിനൂറിയ കാണാം. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ആക്ച്വലി ഇത് നെഫ്രോപ്പതി വരുന്നതിന് മുന്നേ ഉള്ള ഒരു കണ്ടീഷനാണ്. ഗ്രേറ്റർ ദാൻ 300 milligram പെർ ഡേ പ്രോട്ടീൻസ് യൂറിനിൽ പോവാണെങ്കിൽ അതിനെ മൈക്രോ ആൽബുമിനൂറിയ എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത പേജ്. അപ്പൊ നമ്മൾ ഒരു ഡയബറ്റിക് പേഷ്യന്റിനെ സ്ക്രീൻ ചെയ്യണം, അതായത് നെഫ്രോപ്പതി വരാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ മൈക്രോ ആൽബുമിനൂറിയ വരുന്നോ നോക്കാം, കാരണം അതൊരു ഗുഡ് പ്രെഡിക്ടർ ഓഫ് പ്രോഗ്രഷൻ ടു നെഫ്രോപ്പതി ആണ്. ഓക്കെ, ഇതുണ്ടല്ലോ, അതായത് ടൈപ്പ് 1 ഡയബറ്റീസ് എത്ര ഏജിലുള്ള ആൾക്കാർക്കാണ് ഒക്കറിയാം? യങ് ഏജിലുള്ളവർക്കും, ടൈപ്പ് 2 ആണെങ്കിൽ ഓൾഡ് ഏജിലുള്ളവർക്കും അല്ലേ മോസ്റ്റ് കോമൺലി ഒക്കറിയാം. അപ്പൊ ടൈപ്പ് 1-ലാണെങ്കിൽ മൈക്രോ ആൽബുമിനൂറിയ, ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പേഷ്യന്റിന് മൈക്രോ ആൽബുമിനൂറിയ ഉണ്ടെങ്കിൽ അതൊരു എന്താ പറയാ, ഓൾമോസ്റ്റ് നെഫ്രോപ്പതി പ്രോഗ്രസ് ചെയ്യാനുള്ള ഒരു പ്രെഡിക്ടർ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ടൈപ്പ് 2-ലാണെങ്കിൽ ഓൾഡർ പേഷ്യൻസിനായതുകൊണ്ട് വേറെ കാരണങ്ങൾ കൊണ്ടും മൈക്രോ ആൽബുമിനൂറിയ ഉണ്ടാവാം. അങ്ങനെ മനസ്സിലായോ? അതുകൊണ്ട് ടൈപ്പ് 1-ല് മെയിൻലി ഇതൊരു പ്രെഡിക്ടർ ആണ്. മനസ്സിലായില്ലെങ്കിൽ ആ പോയിന്റ് വിട്ടേരെ, കുഴപ്പമില്ല. മൈക്രോ ആൽബുമിനൂറിയ ഒരു പ്രെഡിക്ടർ ഓഫ് പ്രോഗ്രഷൻ ടു നെഫ്രോപ്പതി ആണ്, അത്ര ഓർത്താൽ മതി. ഓക്കെ,
അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ മൈക്രോ ആൽബുമിനൂറിയ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു ഡയബറ്റിക് പേഷ്യന്റ് വന്ന് നമ്മൾ സ്ക്രീൻ ചെയ്യുമ്പോൾ മൈക്രോ ആൽബുമിനൂറിയ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നെഫ്രോപ്പതിയിലേക്ക് പ്രോഗ്രസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്യണം? BP കൺട്രോൾ ചെയ്യണം, ഗ്ലൈസിമിക് കൺട്രോൾ നമ്മൾ നേരത്തെ പറഞ്ഞ, അതായത് മൈക്രോവാസ്കുലർ ആൻഡ് മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന 2 കാര്യമാണ്. BP കുറയ്ക്കുക, ഗ്ലൈസിമിക് കൺട്രോൾ. ഓക്കെ, ഇവിടെ നമ്മളില്ലേ BP കുറക്കാൻ വേണ്ടി പല ഡ്രഗ്സ് ഉണ്ടല്ലോ, അതായത് എന്താ കുറെ ഡ്രഗ്സ് ഉണ്ട്. പക്ഷെ ഇവിടെ AC ഇൻഹിബിറ്റേഴ്സും ARBയും കൊടുക്കുന്നതിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതെന്താ, എന്തായിരിക്കും? കാരണം RAS ആക്ടിവേഷൻ കാരണമാണ് മെയിൻ ആയിട്ട് ഇവിടെ നമ്മൾ നേരത്തെ പത്തോജൻസിസ് പഠിച്ചപ്പോ പറഞ്ഞില്ലേ, RAS ആക്ടിവേഷൻ കാരണമാണ് മെയിൻലി ഉണ്ടാവുന്നതെന്ന്. അപ്പൊ AC ഇൻഹിബിറ്റേഴ്സും അതുപോലെ ARBസും കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു അഡ്വാൻറ്റേജ് അല്ലേ? ലൈക് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സോ വേറെ ഏതെങ്കിലും എന്താ പറയാ ആന്റി ഹൈപ്പർടെൻസിവ്സ് കൊടുക്കുന്നതിനേക്കാളും നല്ലത് AC ഇൻഹിബിറ്റേഴ്സും ARBസും കൊടുക്കുന്നതാണ്. ഓക്കെ, മനസ്സിലായില്ലല്ലേ? ഇൻഹിബിറ്റ് ചെയ്യും ഇല്ലേ? അതെ, അതുകൊണ്ട് പിന്നെ ഈ 2 ഡ്രഗ്സിനാണെങ്കിലും ഹൈപ്പർ കലീമിയ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് അത് നോക്കണം നമ്മൾ. പിന്നെ എൻഡ് സ്റ്റേജ് ഡിസീസ് ആവുകയാണെങ്കിൽ, അതായത് റീനൽ ഫെയിലർ ആവുകയാണെങ്കിൽ റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് പേജ്, ന്യൂറോപ്പതി. ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇൻട്രാ ന്യൂറോണൽ കാപ്പിലറീസ്, അതായത് ഈ ന്യൂറോൺസിന് എന്താ പറയാ പെർഫ്യൂസ് ചെയ്യുന്ന കാപ്പിലറീസ്. ഓക്കെ, ആ കാപ്പിലറീസിൽ ബേസ്മെന്റ് മെംബ്രെയിൻ തിക്കനിങ്ങോ മൈക്രോത്രോംബൈ ഒക്കെ ഉണ്ടാവുമ്പോ ആക്സോണൽ ഡീജനറേഷനും അതുപോലെ തിക്കനിങ് ഓഫ് സ്ട്രാൻഡ് സെൽ ബേസിൽ ലാമിന ഡീമൈലിനേഷൻ എല്ലാം ഒക്കർ ചെയ്യും. അങ്ങനെയാണ് ന്യൂറോപ്പതി ഉണ്ടാകുന്നത്. ഓക്കെ, പത്തോജൻസിസ് ഇത്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് പേജ്. ന്യൂറോപ്പതി എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുമ്പം സൊമാറ്റിക് ആവാം, വിസറൽ ആവാം. അതായത് സൊമാറ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും പോളിന്യൂറോപ്പതി ഉണ്ട്, മോണോന്യൂറോപ്പതി ഉണ്ട്. പോളിന്യൂറോപ്പതി ഉണ്ട്, സിമെട്രിക്കൽ ഉണ്ട്, അസിമെട്രിക്കൽ ഉണ്ട്, മോണോന്യൂറോപ്പതി ഉണ്ട്. പിന്നെ വിസറൽ എന്ന് പറയുമ്പോൾ ഓട്ടോണോമിക് നെർവ്സ് അല്ലേ വിസറിനെ സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഓട്ടോണോമിക് നെർവ്സിന്റെ ന്യൂറോപ്പതി ഉണ്ടാവുമ്പോഴാണ് എന്താ പറയാ വിസറൽ ന്യൂറോപ്പതി പറയാം. ഓക്കെ, ഹലോ 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 അടുത്ത പേജ്. ഓക്കെ, അപ്പൊ ആദ്യമേ സിമെട്രിക്കൽ പോളിന്യൂറോപ്പതി. പോളിന്യൂറോപ്പതി ഞാൻ പറഞ്ഞില്ലേ 2 ഉണ്ട്, സിമെട്രിക്കൽ ഉണ്ട്, അസിമെട്രിക്കൽ ഉണ്ട്. സിമെട്രിക്കൽ എന്ന് പറയുമ്പോൾ മെയിൻലി സെൻസറി ലോസും അസിമെട്രിക്കലിനകത്ത് മെയിൻലി മോട്ടോർ ലോസും ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കണം. ഓക്കെ, അപ്പൊ സിമെട്രിക്കൽ പോളിന്യൂറോപ്പതിന്റെ ഒരു മെയിൻ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഗ്ലോബൻ സ്റ്റോക്കിംഗ് സെൻസറി ഇമ്പയർമെന്റ്. ഓക്കെ, പിന്നെ പരസ്തേഷ്യ ഉണ്ടാവാം. പരസ്തേഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? പരസ്തേഷ്യ അബ്നോർമൽ സെൻസേഷൻസ്, അതെല്ലാം പെടും. നംനെസ്, പെയിൻ, അങ്ങനത്തെ എല്ലാം, ബേണിംഗ് സെൻസേഷൻ, ഹൈപ്പറസ്തേഷ്യ, ഇതെല്ലാം പെടും. പരസ്തേഷ്യ എന്ന് പറഞ്ഞാൽ അബ്നോർമൽ സെൻസേഷൻസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ പേഷ്യന്റിന് ഒരു വൈഡ് ബേസ്ഡ് ഗേറ്റ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അതുപോലെ ലാറ്ററൽ ആൻഡ് ട്രാൻസ്വേഴ്സ് ആർച്ച് ഇല്ലേ, നമ്മളെ കാലിന്റെ ലാറ്ററൽ ആൻഡ് ട്രാൻസ്വേഴ്സ് ആർച്ച് ലോസ് ആയിട്ട് ക്ലോയിങ് ഓഫ് ടോസ് ഉണ്ടാവും. അടുത്ത പേജ് എടുക്കുമോ? അടുത്ത പേജിൽ ഒരു പിക്ചർ ഉണ്ട്. ഇതുണ്ടോ? ലാറ്ററൽ ആർച്ചും ട്രാൻസ്വേഴ്സ് ആർച്ചും ഏതാണെന്ന് മനസ്സിലാവുന്നുണ്ടോ ഈ പിക്ചറിന്? അപ്പം ലാറ്ററൽ ആർച്ചും ട്രാൻസ്വേഴ്സ് ആർച്ചും ലോസ് ആയാലില്ലേ, മെറ്റാടാർസൽ ഹെഡ് ഇല്ലേ, അവിടെ ഭയങ്കര പ്രഷർ വരും. അപ്പൊ അവിടുത്തെ സ്കിന്നിന് അൾസറും ഇൻഫെക്ഷനും അങ്ങനെയൊക്കെ ഉണ്ടാവാം. ഓക്കെ, മനസ്സിലായി? ബാക്കോട്ട് എടുക്കും. ഇനി അസിമെട്രിക്കൽ പോളിന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, മെയിൻ ആയിട്ട് മോട്ടോർ ലോസ് ആണ് ഉണ്ടാവുന്നത്. സിവിയർ വേസ്റ്റിങ്ങും വീക്ക്നെസ്സും ഉണ്ടാവും ഓഫ് പ്രോക്സിമൽ മസിൽസ്. പിന്നെ ടെൻഡൻ റിഫ്ലെക്സസ് ലോസ് ഓൺ അഫക്റ്റഡ് സൈഡ്. ഓക്കെ, പിന്നെ മാർക്ഡ് വെയിറ്റ് ലോസ് ആൻഡ് എക്സ്ട്രീംലി ഇൽ ലുക്കിംഗ് ആയിരിക്കും. ഇതിൽ മെയിൻ ആയിട്ട് മോട്ടോർ ലോസ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ വീക്ക്നെസ് ഓഫ് പ്രോക്സിമൽ മസിൽസ് ഓഫ് ലോവർ ലിംബ്, അതാണ് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, മെയിൻ ആയിട്ട്. പിന്നെ ടെൻഡൻ റിഫ്ലെക്സസ് ലോസ് ആണ്. പിന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ആണ്. അടുത്ത പേജ് എടുക്കുക. അതിന്റെ അടുത്ത് അപ്പൊ ട്രീറ്റ്മെന്റ് പറയുമ്പോഴത്തേക്കും ഇന്റൻസീവ് ഇൻസുലിൻ തെറാപ്പി കൊടുക്കുക,
പിന്നെ ട്രൈസൈക്ലിക് ആന്റി ഡിപ്രസൻസ് കൊടുക്കാം. പിന്നെ ആന്റി കൺവൾസൻസ് എന്തിനാ കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പിന്നെ ഓപ്പിയേറ്റ്സ് കൊടുക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു പെയിൻ ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. ആന്റി കൺവൾസൻസ് ചിലപ്പം ഉണ്ടല്ലോ ഇതൊക്കെയാണ് ഏതോ പ്രീ ഗാബാലിൻ ഗാബപെന്റിൻ അതൊക്കെ അത് നെർവ് എന്താ പറയാ പാരസ്റ്റേഷ്യ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. പിന്നെ മെംബ്രെയിൻ സ്റ്റെബിലൈസേഴ്സ് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ആന്റി ഓക്സിഡൻസ് എനിക്ക് തോന്നുന്നു നമ്മൾ പത്തോജൻസിസ് പറഞ്ഞപ്പം റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് കൊണ്ടാണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതുകൊണ്ടായിരിക്കാം. ഓക്കെ, അത്ര അടുത്ത ഇതെല്ലാം വെറുതെ ഞാൻ തള്ളുന്ന അപ്പൊ ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്ന കേട്ടോ. ഇനി മോണോന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ ഒരു നെർവ് എഫക്റ്റഡ് ആവുന്ന, അത് മെയിൻലി തേർഡ് നെർവ്, അതായത് ഒക്കിലോ മോട്ടോർ അല്ലേ. പിന്നെ സിക്സ്ത് നെർവ്, അത് രണ്ടുമാണ് മെയിൻലി എഫക്റ്റഡ് ആവുക. പിന്നെ ഫിമറൽ സാറ്റിക് നെർവ്. ഓക്കെ, ഇത് കൂടാണ്ടില്ലേ കംപ്രഷൻ പാൽസീസ് ഉണ്ടാവുക. കംപ്രഷൻ പാൽസി ന്യൂറോപ്പതിയും തമ്മിൽ എന്താ ഡിഫറൻസ്? ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ നെർവ് ഡാമേജ്ഡ് ആവാണ്. കംപ്രഷൻ പാൽസിയിൽ വേറെന്തെങ്കിലും കാരണം കൊണ്ട് ഇപ്പം അവിടുത്തെ എന്താ തിക്കനിങ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ, അവിടുത്തെ കണക്റ്റീവ് ടിഷ്യൂസ് എല്ലാം തിക്കൻഡ് ആയിട്ട് അങ്ങനെ നെർവ്സ് കംപ്രസ്ഡ് ആവുന്ന കേസ്, അതായത് ഇപ്പം മീഡിയൻ നെർവ് കംപ്രസ്ഡ് ആണെങ്കിൽ കാർപ്പൽ ടണൽ സിൻഡ്രോം, അങ്ങനെ മനസ്സിലായോ? കംപ്രഷൻ പാൽസിയിൽ നെർവിന് പ്രശ്നമില്ല, ന്യൂറോപ്പതി അല്ല സംഭവം, മനസ്സിലായോ? അങ്ങനെയും ഒക്കർ ചെയ്യാം. മോണോന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ മെയിൻലി തേർഡ് നെർവ്, സിക്സ്ത് നെർവ്, ഫെമറൽ നെർവ്, സയറ്റിക് നെർവൊക്കെയാണ് അഫക്റ്റഡ് ആവുക. അടുത്ത പേജ് കേട്ടോ. ഇനി ഓട്ടോണോമിക് ന്യൂറോപ്പതി. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് സൊമാറ്റിക് ആണ് കേട്ടോ, അതായത് പോളിന്യൂറോപ്പതി 2 ടൈപ്സ്, സിമെട്രിക്, അസിമെട്രിക്, മോണോന്യൂറോപ്പതി. ഇത് മൂന്നും എന്താണ്? സൊമാറ്റിക് ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഓട്ടോണോമിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ എന്താ പറയാ വിസ്റൽ ഇന്നവേറ്റ് ചെയ്യുന്ന നെർവ്സ് ആണല്ലോ ഓട്ടോണോമിക്. അപ്പം ഓട്ടോണോമിക് ന്യൂറോപ്പതി ഉണ്ടാവുക കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിലാണെങ്കിൽ പോസ്റ്ററൽ ഹൈപ്പോടെൻഷൻ, റെസ്റ്റിംഗ് ടാക്കിക്കാർഡിയ ഒക്കെ ഉണ്ടാവുക. അപ്പൊ അതിന്റെ മാനേജ്മെന്റ് ആണ് താഴെ കൊടുത്തേക്കുന്നത്. സപ്പോർട്ട് സ്റ്റോക്കിങ്സ് യൂസ് ചെയ്യുക, അതായത് ബ്ലഡ് പ്രഷർ കൂട്ടാൻ വേണ്ടി, ബ്ലഡ് സപ്ലൈ കൂട്ടാൻ വേണ്ടിയിട്ടില്ല, അപ്പൊ സ്റ്റോക്കിങ്സ് യൂസ് ചെയ്യാം. പിന്നെ ഈ ഫ്ലൂഡ്രോ കോർട്ടിസോണും NSAID ഇത് രണ്ടും ഉണ്ടല്ലോ സോഡിയം റിട്ടൻഷൻ ഉണ്ടാക്കിയിട്ട് ഹൈപ്പർ ടെൻഷൻ, അതായത് സോഡിയം റിട്ടൻഷൻ ഉണ്ടാക്കിയിട്ട് വാസോ കോൺസ്ട്രിക്ഷൻ ഉണ്ടാക്കും. അതുകൊണ്ടാണ് അത് രണ്ടും കൊടുക്കുന്നത്, ഫ്ലൂഡ്രോ കോർട്ടിസോണും അതുപോലെ NSAID. പിന്നെ മിഡോഡ്രിൻ എന്ന് പറയുന്ന ആ ഡ്രഗ് വാസോപ്രസർ ആണ്. ഓക്കെ, ഓർത്തിരിക്കാൻ പറ്റുന്ന ഓർത്തിരുന്നാൽ മതി, ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ല. അടുത്ത ഇനി അടുത്തതാണ് എന്ത്? ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ, അതായത് ഗ്യാസ്ട്രോ പാരസിസ്. ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഗ്യാസ്ട്രിക് എംപ്റ്റിങ് ഡിലേഡ് ആവും. ഓക്കെ, മെക്കാനിക്കൽ ഒബ്സ്ട്രക്ഷൻസ് ഒന്നുമില്ല, പക്ഷെ ഗ്യാസ്ട്രിക് എംപ്റ്റിങ് ഡിലേഡ് ആവും. ഓക്കെ, അപ്പൊ ഇവിടെ എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാവാന്ന് വെച്ചാൽ ഈസോഫേഗിയൽ ടോണി കാരണം ഡിസ്ഫേജിയ ഉണ്ടാവാം. പിന്നെ ഗ്യാസ്ട്രിക് എംപ്റ്റിങ് ഡിലേഡ് ആണെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അബ്ഡോമിനൽ ഫുൾനെസ് കാരണം നോസിയ, വോമിറ്റിംഗ് ഉണ്ടാവാം. പിന്നെ നൊക്ടേണൽ ഡയൂറിയ, കോൺസ്റ്റിപ്പേഷൻ. ഓക്കെ, അടുത്ത പേജ് എടുക്കും. ഇനി ഗ്യാസ്ട്രോ പാരസിസ് ഡയഗ്നോസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നീഷ്യൻ സിൻറ്റിഗ്രഫി ഫോളോയിങ് സോളിഡ് ഫേസ് മീൽ. ഈ ഗ്യാസ്ട്രോ പാരസിസ് വന്നതിനുണ്ടല്ലോ ഇത് ഇപ്പം ഗ്ലൂക്കോസ് ലെവൽ കൂടുന്ന കാരണം ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി കുറയുന്നത്. അപ്പൊ ഈ ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി കുറയുന്ന കാരണം എന്താ പറയാ അവിടെ അബ്സോർപ്ഷൻ കൂടല്ലേ ചെയ്യുക, കാർബോഹൈഡ്രേറ്റിന്റെ അബ്സോർപ്ഷൻ കൂടല്ലേ, അതായത് ഗ്യാസ്ട്രിക് എംപ്റ്റിങ് നടക്കുന്നില്ലല്ലോ. മനസ്സിലായില്ലല്ലോ? ഗ്യാസ്ട്രോപാരസിസ് എന്ന് വെച്ചാൽ എന്താ? ഗ്യാസ്ട്രോപാരസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി ഡിലേഡ് ആവുന്നു. മെക്കാനിക്കൽ ഒബ്സ്ട്രക്ഷൻ ഇല്ല, പക്ഷെ ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി കുറയാണ്, അതായത് ഗ്യാസ്ട്രിക് എംപ്റ്റിങ് ഡിലേഡ് ആവുന്നു. ഫുഡ് അവിടെ തന്നെ അലിമെന്ററി ട്രാക്ട് തന്നെ കിടക്കുന്നു. അപ്പൊ എന്താ? അബ്സോർപ്ഷൻ ഓഫ് ഗ്ലൂക്കോസ് പിന്നെയും കൂടും, അപ്പൊ പിന്നെയും ഗ്യാസ്ട്രോപാരസിസ് ഉണ്ടാവും. മനസ്സിലായോ? പിന്നെ ഇതിന്റെ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ടെക്നീഷ്യൻ സിൻറ്റിഗ്രഫി, പിന്നെ അതുപോലെ മാനേജ്മെന്റ് റാപ്പിഡ് ആക്ടിങ് ആയിട്ടുള്ള ഇൻസുലിൻ കൊടുക്കുക. ഓക്കെ, പിന്നെ ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ്. അടുത്ത പേര് എടുക്കോ. പിന്നെ ഡോപ്പമിൻ ആന്റഗോണിസ്റ്റ് കൊടുക്കുക. അതെന്തിനാ അറിയോ? നോസിയ വോമിറ്റിങ്ങിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി. ഡോപ്പമിൻ ആന്റഗോണിസ്റ്റ് ആണ് ഇവിടെ ഓർത്തിരിക്കണം. ഇത് നോസിയ വോമിറ്റിങ്ങിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിട്ട്, കാരണം ഡോപ്പമിൻ ഏഗണിസ്റ്റ് പിന്നെ വരുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ,
പിന്നെ ഗ്യാസ്ട്രിക് പേസ് മേക്കർ, ഡയേറിയ ഉണ്ടെങ്കിൽ ലോപ്പറാമൈഡ് കൊടുക്കുക, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ ലാക്സേറ്റീവ്സ് കൊടുക്കുക. ഓക്കെ. പിന്നെ എട്ടോണിക് ബ്ലാഡർ ഉണ്ടെങ്കിൽ സെൽഫ് കത്തീട്രൈസേഷൻ, എക്സസീവ് സ്വെറ്റിംഗ് ഉണ്ടെങ്കിൽ ആന്റികോളിനർജിക്സ്. പിന്നെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ വരാം. ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ചിലപ്പോൾ അതായത് വാസോ കൺസ്ട്രക്ഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ വാസ്കുലർ ഒക്ലൂഷൻ കാരണമാവാം. അല്ലാണ്ട് ചിലപ്പം സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ലൈക്ക് ഡിപ്രഷൻ, ആങ്സൈറ്റി, റെഡ്യൂസ് ലിബിഡോ ഒക്കെ ഉണ്ടാവും ഡയബറ്റിസിൽ. മനസ്സിലായോ? അതുകൊണ്ടും ആവാം. അപ്പൊ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ നമ്മൾ ഫോസ്ഫോഡയസ്ട്രേസ് 5 ഇൻഹിബിറ്റേഴ്സും ഡോപ്പമിൻ ഏഗണിസ്റ്റ്, കണ്ടോ ഇവിടെ ഡോപ്പമിൻ ഏഗണിസ്റ്റ് ആണ്. പിന്നെ PGE1, ഇതെല്ലാം എന്തിനായിരിക്കും? വാസോ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടായിരിക്കും. പിന്നെ സൈക്കോളജിക്കൽ കൗൺസിലിംഗും കൊടുക്കുക. ഓക്കെ. അടുത്ത പേജ്. ഇത് ഡയബറ്റിക് ഫുഡ്, ഇത് നേരത്തെ എടുത്തതാണെന്നാണ് പറഞ്ഞത്. അപ്പം ഈ ഡയബറ്റിക് ഫുഡ് ഉണ്ടാവാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബ്ലഡ് ഫ്ലോ റെഡ്യൂസ്ഡ് ആവുന്നു. ഓക്കെ. ബ്ലഡ് ഫ്ലോ റെഡ്യൂസ്ഡ് ആകുമ്പോൾ ഗാംഗ്രീനും അതെല്ലാം വരാം. പിന്നെ നെർവ്സും കൂടെ ഡാമേജ്ഡ് ആവുന്ന കാരണം ഇപ്പൊ നമുക്കിപ്പോ എന്താ ഒന്നും അറിയൂലല്ലോ, കാലിന് എന്തെങ്കിലും ഇപ്പൊ തട്ടോ ഇൻഫെക്ഷൻ ആവോ വേദന ഒന്നും അറിയില്ലല്ലോ. മനസ്സിലായോ? അപ്പൊ ഇതുകൊണ്ടാണ് ഡയബറ്റിക് ഫുഡ് ഉണ്ടാവുന്നത്. ഡയബറ്റിക് ഫുഡ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, പക്ഷെ ഇത് നേരത്തെ എടുത്തോണ്ട് ഞാൻ പറയുന്നില്ല. അടുത്തെടുക്കോ. ഡയബറ്റിക് ഫുഡ് കെയർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഡെയിലി ഫീറ്റ് ക്ലീൻ ചെയ്യണം, എന്നിട്ട് മോയ്സ്ചറൈസിങ് ലോഷൻ എന്തെങ്കിലും അപ്ലൈ ചെയ്യാം. പിന്നെ ഷൂ ഒക്കെ ബെയർ ഫൂട്ടഡ് ആയിട്ട് നടക്കരുത്. ഓക്കെ. പിന്നെ അതുപോലെ നമുക്കിപ്പോ വേദന അറിയൂല, അതുകൊണ്ട് എന്തെന്ന് വെച്ചാൽ ഡെയിലി ഇൻസ്പെക്ട് ചെയ്യണം. എന്തേലും അൾസറോ അങ്ങനെ എന്തെങ്കിലും മുറിവോ എന്തെങ്കിലും ഉണ്ടോന്നുള്ളത് നോക്കണം. ഓക്കെ. ഇനി അടുത്ത പേജ് എടുക്കോ. ചാർക്കോട്ട് ന്യൂറോപ്പതി ഇതില്ലേ, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് നോട്ടാണ്. അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തു തന്നേ ഉള്ളൂ. ബാക്കി ഞാൻ ഡയബറ്റിക് ഫുഡിനെ പറ്റി ഒന്നും പറഞ്ഞില്ല കേട്ടോ, നേരത്തെ ക്ലാസ് എടുത്തത് കൊണ്ട്. ഓക്കെ. ഈ ചാർക്കോട്ട് ന്യൂറോപ്പതി എന്ന് പറഞ്ഞാല് ഡയബറ്റിക് ഫുഡ് തന്നെ വിത്ത് ബോൺസ് ആൻഡ് ജോയിന്റ്സ് അഫക്റ്റഡ് ആയിട്ട് പത്തോളജിക്കൽ ഫ്രാക്ചേഴ്സും സബ്ലക്സേഷൻ ഓഫ് ജോയിന്റ്സ് ഒക്കെ ഉണ്ടാവുമ്പോഴാണ് അതിന് ചാർക്കോട്ട് ന്യൂറോപ്പതി എന്ന് പറയാം. ഓക്കെ. ഇത് ഡയബറ്റിസിൽ മാത്രം ഒക്കർ ചെയ്യുന്ന ഒരു കണ്ടീഷൻ അല്ല. ഡയബറ്റിസിൽ നെർവ് ഡാമേജ് ഉണ്ടാവുന്ന കാരണം ഇതിപ്പം ന്യൂറോപ്പതി ഉണ്ടാവുന്ന അതർ കണ്ടീഷൻസ് ലൈക്ക് സിഫിലിസ്, സിറിംഗോമൈലിയ, സ്പൈനൽ കോഡ് ഇഞ്ചുറി, ഇതിലെല്ലാം ചാർക്കോട്ട് ന്യൂറോപ്പതി ഉണ്ടാവും. ഓക്കെ. ഹോട്ട് റെഡ് ആൻഡ് സ്വോളൻ ഫുഡ് ആയിരിക്കും. അങ്ങനെയാണ് പേഷ്യന്റ് പ്രസന്റ് ചെയ്യുക. പാത്തോളജിക്കൽ ഫ്രാക്ചേഴ്സ് ആൻഡ് സബ്ലക്സേഷൻ ഓഫ് ജോയിന്റ്സ്. അടുത്ത പേജ് എടുക്കോ. ഇതിന്റെ ഡയഗ്നോസ് എന്ന് പറഞ്ഞാൽ MRI വെച്ച് ഡയഗ്നോസ് ചെയ്യാം. ഓസ്റ്റിയോമൈലൈറ്റിസ് പോലെയൊക്കെ ഇരിക്കും കാണുമ്പോൾ. ഓക്കെ. പിന്നെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇമ്മൊബിലൈസേഷൻ വിത്ത് ടോട്ടൽ കോൺടാക്ട് പ്ലാസ്റ്റർ കാസ്റ്റ് അല്ലെങ്കിൽ എയർ കാസ്റ്റ് ബൂട്ട്. അക്യൂട്ട് ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് സബ്സൈഡ് ചെയ്യുന്നത് വരെ നമ്മൾ കാസ്റ്റ് ഇടണം. ഓക്കെ. അത്രേ ഉള്ളൂ. എന്തേലും മനസ്സിലായോ? എന്തേലും പറയണോ? എടാ പിന്നെ ഈ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിലും GIT-യിലും അഫക്ട് ചെയ്യുന്നത് എന്തുകൊണ്ട്? പാരാസിമ്പത്തിക് നെർവസ് സിസ്റ്റം അഫക്ട് ചെയ്യുന്നുണ്ടാണോ? അതെ അതെ. വിസറയിൽ മൊത്തം ഇപ്പൊ കാർഡിയോവാസ്കുലർ ആണെങ്കിലും GI ആണെങ്കിലും ജെനൈറ്റോ യൂറിനറി, ഞാൻ പറഞ്ഞില്ലേ കോൺസ്റ്റിപ്പേഷനും അതുപോലെ യൂറിനറി റിട്ടൻഷൻ എല്ലാം ഉണ്ടാവും, എക്ടോണിക് ബ്ലാഡർ ഒക്കെ ഉണ്ടാവും. അതാണെങ്കിലും അല്ല മറ്റേ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ഇതെല്ലാം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? എന്താ ഓട്ടോണോമിക് ന്യൂറോപ്പതി കാരണമാണ്. പാരാസിമ്പത്തിക് നെർവ്സ് അഫക്റ്റഡ് ആവും. ഓക്കെ. കഴിഞ്ഞല്ലേ? Okay. Thank you.